പ്രശാന്തേട്ടൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ സുരേഷ് ഗോപി മാധ്യമങ്ങളെ സൂക്ഷിക്കണം, ഇത്ര അടുപ്പിക്കരുത്. കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എവിടെ മൈക്ക് കണ്ടാലും അവിടെ എല്ലാം ചാടിയിറങ്ങി അവരോട് സംസാരിക്കുമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് തന്നെ അവരെ തള്ളി മാറ്റേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ അത് കേസായി. അദ്ദേഹം അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു. അനിലക്കര, അതിനിടയ്ക്ക് അനിൽ അക്കര, ഈ പണ്ട് പിള്ളേരടി കൂടുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടുന്ന് വേറൊരാൾ വന്നിരിച്ചിട്ട് രണ്ടുപേരും മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അനിലക്കര വന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ ആകെ ഇങ്ങനെ മാധ്യമങ്ങളും സുരേഷ് ഗോപിയും തമ്മിൽ, പണ്ട് പിണറായിയും മാധ്യമങ്ങളും തമ്മിലായിരുന്നു. അത് പിന്നൊരു ശീലമായതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ അത് പരാതിയില്ല. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വ്യക്തമായൊരു അജണ്ട ഇക്കാര്യത്തിലുണ്ടെന്ന് അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും നമുക്ക് അക്കാര്യത്തിൽ ഈ 3 മാധ്യമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. കൃത്യമായ അജണ്ടയുണ്ട്. സുരേഷ് ഗോപി മനസ്സിലാക്കാതെ പോകുന്നതിനകത്ത് സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇലക്ഷന് മുമ്പുള്ള ഒരു 10 കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്ര കൃത്യമായിട്ട് രാജ്യത്തിനും അദ്ദേഹത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമവും അതിൻ്റെ ഒരു വിങ്ങും ഒക്കെ അദ്ദേഹം കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം ഇലക്ഷന് ജയിക്കുന്നു. ഇതിനെല്ലാം അതിജീവിച്ച് അദ്ദേഹം ഇലക്ഷൻ ജയിക്കുന്നു. ആ പറയുന്നതൊന്നും അല്ല സുരേഷ് ഗോപി എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ജാതിമത ഭേദമന്യേ അതുപോലെ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. വളരെ കൃത്യമായ 1,00,000-നോടത്ത് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന സുരേഷ് ഗോപി പലവട്ടം വീണ്ടും പ്രശ്നത്തിലാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാവുമ്പോഴും വീണ്ടും ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ളവനാണെന്ന് തോന്നുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യോജിപ്പാണ്. നല്ലൊരു മനുഷ്യനാണ്, നാടിന് ഗുണമുള്ളവനാണ്, നാട്ടുകാരുടെ 5 പൈസയും പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനുമല്ല. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് കൊള്ളയടിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് സുരേഷ് ഗോപി നാളെ എക്കാലത്ത് ഒരു തലവേദനയാണ്. സുരേഷ് ഗോപിയെ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ അത് ജാതിമത ഭേദമന്യേ കാണുന്നത്, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർ പോലും കാണുന്നത് നാളെ സുരേഷ് ഗോപി കേരളത്തിൻ്റെ നെറുകയിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കാലം ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാ ജനങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ച് എല്ലാ കാര്യത്തിനും മറ്റേതിന് ഉത്തരം പറയുക എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുകേഷിൻ്റെ കാര്യം ചോദിച്ചു. ശരിയാണ്, മുകേഷ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തനായിരിക്കും, പരിചയമുള്ളവനായിരിക്കും. മുകേഷിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ നടക്കും, ന്യായമായിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകും. അല്ലാതെ സിനിമാ ഡയലോഗ് പോലെ കാര്യങ്ങൾ ഡയലോഗ് അടിക്കുന്നതിനകത്തൊന്ന് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇത് നിൻ്റെ തീറ്റയാണ്, അവരുടെ തീറ്റയായത്. പണ്ടത്തെ മാധ്യമ പ്രവർത്തനമല്ല ജോണ ഇപ്പോൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ വാർത്തയുണ്ടാക്കി, ചാനലിലുടനീളം വാർത്തയുണ്ടാക്കി വാർത്ത നിറയ്ക്കാൻ വേണ്ടി വന്ന വാർത്താ ചാനലുകളാണ് നമ്മൾ കാണുന്നത്. രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. ഗോസിപ്പ് വാർത്തകൾ, അതായത് പണ്ട് തനിനിറം എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു, അറിയാമല്ലോ. അത് രാവിലെ നമ്മൾ മേടിക്കുന്ന എന്തിനാ, വായിക്കുന്ന എന്തിനാ, എവിടെ പീഡനമുണ്ടോ, പിടിച്ചുപറിയുണ്ടോ, അല്ലെങ്കിൽ ഒളിഞ്ഞോട്ടം ഉണ്ടോ, കുളിക്കടവ് നോട്ടമുണ്ട്, ഈ വാർത്തകൾ അതിനകത്ത് വരുന്നത്. ഇതേ രീതിയിലേക്ക് ഇവിടുത്തെ ഒട്ടുമിക്കാലും ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രേക്ഷകർ കൂടുതലായതുകൊണ്ട് അതിൻ്റെ റേറ്റിങ്ങും കൂടുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ വികസനം നടത്തുന്ന കാര്യങ്ങളോ അല്ലെ രാഷ്ട്രീയക്കാരൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും പറയാതെ പക്ഷം പിടിച്ചുള്ള രാഷ്ട്രീയം പറച്ചിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി പിരിച്ചുള്ള വാർത്താ ചമയ്ക്കൽ, ഇത്തരത്തിലേക്ക് മാധ്യമങ്ങൾ പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടും നിരീക്ഷിച്ച് പോകേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് സുരേഷ് ഗോപിയെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മൾ പറയുന്നത്, സുരേഷ് ഗോപി ഇപ്പോൾ സ്വതന്ത്രമായിട്ടുള്ളൊരു മനുഷ്യനല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കുന്ന ഡാമേജ് ഒരു വലിയ പ്രസ്ഥാനത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് BJP ആയിട്ട് മാറുകയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നന്മകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളും പ്രവർത്തന ശൈലിയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിനൊരു ഫ്രെയിം കൊടുത്തത് BJP-യാണ്. ഇപ്പോൾ അത് തന്നെ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ മറുപടി പറഞ്ഞാൽ ഊപ്പാട് വന്നില്ലേ, BJP സംസ്ഥാന പ്രസിഡന്റ്. അപ്പം ഇപ്പം അനിലക്കര രാഷ്ട്രീയം കളിക്കുകയാണ്. അനിലക്കരയ്ക്ക് എന്താ വേണം? ഇയാൾക്കെതിരെ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യം? അനിലക്കരയ്ക്ക് അത്യാവശ്യം ഗൗരവമെങ്കിലും ഉണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ഈ ന്യായമൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപി കൊണ്ടൊരു കേസ് കൊടുത്താൽ എവിടെ പോകുമെന്നറിയോ?
ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തനം ജോണിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ, നിങ്ങളുടെ മുമ്പിലോട്ട് മൈക്ക് നീട്ടണമെങ്കിൽ, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. ആ സ്ഥാനത്താണ് ഇവിടുത്തെ പ്രധാനമന്ത്രി വരുമ്പോൾ പിന്നെ അടുത്തോട്ട് എല്ലാം ഒക്കത്തില്ലല്ലോ, അവർ തൂക്കിയെടുത്ത് ദൂരെ കളയും. അല്ലെങ്കിൽ ഗവർണർ വരുമ്പം, ഇവിടുത്തെ പിണറായി വിജയൻ വരുമ്പം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വരുമ്പോൾ ചാടി അങ്ങ് വീണേക്കുക. അത് തെറ്റായ മാധ്യമപ്രവർത്തനമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ നേരത്തെ ചോദിച്ച് അനുവാദം മേടിക്കണം, അദ്ദേഹത്തിൻ്റെ ബൈറ്റ് വേണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വേണമെങ്കിൽ. അല്ലെങ്കിൽ അദ്ദേഹം സമയം കൊടുക്കുന്ന സമയത്ത് പത്രക്കാർ വന്ന് മൈറ്റ് മേടിക്കും. ഇതാണ് അതിൻ്റെ നിയമം. ഇതിന് പകരം വണ്ടിയെ കയറാനൊക്കത്തില്ല, വള്ളത്തെ കയറാനൊക്കത്തില്ല, കല്യാണത്തിന് പോകാനൊക്കത്തില്ല, മൂത്രം ഒഴിക്കാനൊക്കത്തില്ല, അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല, മൈക്ക് എടുത്തുകൊണ്ട് കുങ്ങായിക്ക് കുത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലുള്ള ദുർബലരായിട്ടുള്ള ഹൃദയമുള്ളവർ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് പരിചയമില്ലാത്തവർ, അല്ലെങ്കിൽ സത്യസന്ധരായിട്ടുള്ള പൊതുപ്രവർത്തകരൊക്കെ ഇങ്ങനെ പ്രതികരിച്ചു പോകും. പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറാവരുത്. സുരേഷ് ഗോപി പലവട്ടം അദ്ദേഹം ഒരു പള്ളിയിൽ ചെമ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം സ്വർണം കൊടുത്തപ്പോൾ അത് ചെമ്പാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ പത്രസമ്മേളനത്തിൽ മോളെ എന്ന് വിളിച്ച് കൈവച്ചപ്പോൾ സ്ത്രീപീഡനമാക്കാൻ ശ്രമിച്ചു. നിരന്തരം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം പോകുന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടിംഗ് അല്ലേ നടന്നുകൊണ്ടിരുന്നത്. ആ രീതിയിൽ മാധ്യമങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ടാണ് ബന്ധം, അല്ലെങ്കിൽ അമിത്ഷായുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ അതുപോലെ ഉന്നതമായിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധമുള്ളൂ, അത് കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരാൾ ഈ മാധ്യമങ്ങളൊക്കെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കുകയൊക്കെ ചെയ്യാതിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കടമയാണ്. അനിലക്കര വിചാരിക്കുന്ന പോലെ സുരേഷ് ഗോപിയുടെ അടുത്ത് പേരിൽ മാധ്യമങ്ങൾ കേസൊന്നും എടുക്കാനൊക്കത്തില്ല. സുരേഷ് ഗോപി ഇപ്പം തിരിച്ചു കൊടുത്തിരിക്കുന്ന കേസ് തന്നെയായിരിക്കും വിലക്കാൻ പോകുന്നത്. കാരണം മാധ്യമങ്ങൾ എന്തിനും സുരേഷ് ഗോപിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ എന്നുള്ളതിന് മാധ്യമങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അനിലക്കര പോലെയും, അല്ലെങ്കിൽ സുനിൽകുമാർ പോലെയും, അല്ലെങ്കിൽ CPM-ൻ്റെ വേഷത്തിലും കോൺഗ്രസിൻ്റെ വേഷത്തിലും, അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുടെയൊക്കെ വേഷത്തിൽ സുരേഷ് ഗോപിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന പ്രതിപക്ഷവും, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച് MP ആക്കി കേന്ദ്രമന്ത്രിയാക്കിയ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എന്താണ് പൊതുപ്രവർത്തനം എന്ന് പരിചയമില്ലെങ്കിൽ, അദ്ദേഹത്തിന് ആൾക്കാരെ സഹായിക്കാനും സാമൂഹ്യ സേവനവും ഒക്കെ അറിയാം. രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ നേതാക്കന്മാരെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പരിചയമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് പഠിക്കാൻ പറ്റുന്ന ഇപ്പോൾ ജോർജ് കുര്യനെ പോലുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ടുള്ള പോക്ക് പഠിച്ചത് ശീലമാക്കി പാർട്ടിക്കും വിശ്വസിച്ച ജനങ്ങൾക്കുമൊക്കെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി മുന്നോട്ട് വരണം. അനിലക്കരയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമെതിരെ കേസ് കൊടുത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. തൃശ്ശൂർ നാളെക്കാലത്തെ ഒരു MP ആവാനും അല്ലെങ്കിൽ മറ്റ് പല പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്ന തൃശ്ശൂർ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തത് മാധ്യമങ്ങളുടെയൊക്കെ ഒരു ആനുകൂല്യം മേടിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ ഇതൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നതിനും സ്വയം വലുതാവുന്നതിനും ഒക്കെയാണ്. പക്ഷേ എനിക്കറിയാവുന്ന നിയമവശം വെച്ചിട്ട് സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം കൊടുത്ത കേസുകളൊന്നും നിൽക്കത്തില്ല. കാരണം സുരേഷ് ഗോപി കൊടുത്ത കേസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് ഈ കേന്ദ്രമന്ത്രിക്ക് മാർഗതടസ്സം സൃഷ്ടിക്കൽ, ദേഹോദ്രവം ഏൽപ്പിക്കൽ, അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നടപടിയെടുത്തിട്ടുള്ളത്. കമ്മീഷണർ R. ഇളങ്കോയ്ക്കാണ് സുരേഷ് ഗോപി പരാതി കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വളരെ ഒന്ന് കൃത്യവും അതുപോലെ അദ്ദേഹത്തിന്റെ സുരക്ഷ, ദേഹോദ്രവം, ഈ 3 കേസ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പ്. അദ്ദേഹം അത് പരിശോധിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന് ചാടിച്ചെന്നുള്ള കാര്യം ഇപ്പം ഈ മാധ്യമപ്രവർത്തകരെ സഹായിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും സ്വയം വലുതാവാനും ഒക്കെ നിന്ന് അനിലക്കരെ ചിലപ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളും കേസെടുത്ത് അന്വേഷിച്ച് നോക്കത്തുള്ളൂ. ഇതിനകത്ത് സുരേഷ് ഗോപി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പിലേക്കൊക്കെ പോകും. കാരണം സുരേഷ് ഗോപി നാളെ കാലത്ത് മാധ്യമങ്ങൾ സഹായിക്കാനൊന്നും പോകുന്നില്ല. അത് സുരേഷ് ഗോപി പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് പറയുമ്പം ഈ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പിണറായി വിജയനെതിരെ. നിങ്ങൾക്കറിയോ? പിണറായി വിജയൻ ഇത് മാധ്യമപ്രവർത്തകർക്ക് കടക്ക് പുറത്ത്. അത് യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഇവരെ വിളിച്ചിട്ടില്ല. എൻ്റെ ജോണേ, അതിനകത്ത് നടക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ മീറ്റിംഗാണ്. അവരുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിന്റെ ഒരു കമ്മിറ്റി കൂടാനാണ് അവിടെ അതിനകത്ത് കയറിയിരിക്കുന്നത്. അതായത് അദ്ദേഹം
പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന് കോടിയേരി ഉള്ള സമയത്ത് കോടിയേരി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങിക്കണമെന്ന് കോടിയേരിക്ക് പറയാം. കോടിയേരി അത് പറയണ്ടേ? അദ്ദേഹം വന്നപ്പോൾ അതിനകത്ത് മൊത്തം ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കുക. പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ രഹസ്യ യോഗം കൂടുന്നിടത്ത് പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ മാത്രം അറിയേണ്ട തീരുമാനങ്ങളും അവരുടെ കാര്യങ്ങളും അറിയേണ്ടിടത്ത് പത്രപ്രവർത്തകരെ വിളിച്ചെടുത്താൻ നോക്കുക. അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇവിടെ വലിഞ്ഞു കയറുന്നേ? ഈ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു, അവിടെ ഉദ്ഘാടന സെഷന് മാത്രമാണ് അത് അറിയാമല്ലോ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. അത് എല്ലായിടത്തും അതേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർക്ക് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയിൽ നമ്മൾ വിളിക്കുമ്പോൾ അത് ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയത്തെ അവർക്ക് വരാനൊക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ സ്വകാര്യതയിലെല്ലാം കടന്നു കയറാനും നമ്മളുടെ സ്വകാര്യതയിലെല്ലാം മൈക്ക് വെക്കാനും നമ്മുടെ സ്വകാര്യതയിലെല്ലാം ക്യാമറ വെക്കാനും ഒരു മാധ്യമപ്രവർത്തനം അധികാരമില്ല. അത് ഏത് കോടതി പോലും നിൽക്കത്തില്ല. ഈ പറയുന്ന മാധ്യമപ്രവർത്തകൻ എന്താ ഇപ്പം വക്കീൽ ഓഫീസുകളിൽ കയറി റിപ്പോർട്ട് ചെയ്യാത്ത? ജഡ്ജി പറഞ്ഞതൊക്കെ സീറ്റായിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നടത്തിയല്ലോ. ഇവിടുത്തെ വക്കീലന്മാർ പറഞ്ഞാൽ നീ ഇവിടെ കയറത്തില്ലെന്ന്. കയറുന്നുണ്ടോ? എന്താ നിയമമാണ് ഇവിടെ എടുക്കാത്തത്? ഏറ്റവും വലിയ സംവിധാനമാണല്ലോ മാധ്യമപ്രവർത്തനം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു അന്ന് വക്കീലന്മാരോട് ഉടക്കി അവരുടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം കേരളത്തിലുടനീളമുള്ള ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസിൽ അവർ പറയാതെ അതിനകത്ത് കയറാൻ നിൽക്കുമോ? എന്താ കാണിക്കാത്തവരെ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മാധ്യമപ്രവർത്തനം എന്നൊക്കെ വിചാരിച്ചാൽ മനസ്സിലാക്കുക. അപ്പോൾ സുരേഷ് ഗോപി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അദ്ദേഹം ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ച് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് പോവുക. പിന്നെ മാധ്യമപ്രവർത്തകർ ഇതേ രീതിയിൽ വരുമെങ്കിൽ ഇനി അത് നോക്കാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകല്ലോ. ഇനി ഒരു നടക്കി ചാടി മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്തോട്ട് ചെല്ലുമെന്ന് എനിക്ക് നാളെ തോന്നുന്നില്ല. കാരണം അതേ രീതിയിലേക്ക് കാര്യങ്ങൾ കേസും മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ സുരേഷ് ഗോപി എവിടെയെന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പൊസിഷൻ അതാ. ഞാൻ റിപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാ മൂക്കളം ഒഴിപ്പിച്ച് മാധ്യമങ്ങൾ മാറിയിക്കാനൊന്നും പറ്റത്തില്ല. സുരേഷ് ഗോപിയെ ബഹിഷ്കരിക്കാനൊന്നും പറ്റത്തില്ല. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞാൽ മാധ്യമം എന്നുള്ള രീതി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ മാധ്യമം സമൂഹത്തിൽ നിന്ന് ഔട്ടായി പോകും. മാധ്യമങ്ങളെ തിരക്കി ചെല്ലേണ്ട അവസ്ഥയല്ല, മാധ്യമങ്ങൾ തിരക്കി ചെല്ലേണ്ട ഒരവസ്ഥയിലേക്ക് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപി മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഒരു കാര്യം സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ അനിലക്കരെ ഈ കേസുമായിട്ട് കേസ് കൊടുത്തതിന് ശേഷം പത്രങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന നടീനടന്മാരുടെ അല്ലെങ്കിൽ ഒളിച്ചു വച്ചിരിക്കുന്ന പേരിനകത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്ന് സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ആ രീതിയിലാണ് എൻ്റെ സംശയമുള്ളത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഏതാണ്ട് 15ഓളം പേർ നടികളെ പീഡിപ്പിച്ച ആൾക്കാരുണ്ട്. അതിനകത്ത് സുരേഷ് ഗോപിയും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതായത് ഇത്തരത്തിലൊരു പ്രചരണം സുരേഷ് ഗോപിക്കെതിരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കേസും അതിനുള്ള നീക്കവും. അത് സുരേഷ് ഗോപി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തും ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയമാണ്. എന്തും പ്രചരിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ കക്ഷികളാണ്. സുരേഷ് ഗോപി പറയുന്നത് പോലെ ഞാൻ അങ്ങനെ പറയത്തില്ല, ഇങ്ങനെ പറയത്തില്ല, ആ എത്തിക്സ് ഒന്നും ഇതിനകത്തില്ല. ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടിട്ടില്ലാത്ത കേരളമാണ്, രാഷ്ട്രീയമാണ്. സൂക്ഷിക്കുക. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.